ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് SELinux ആണ്. SELinux എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എൻഹാൻസ്ഡ് ലിനക്സ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഫർവോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫർവോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പാക്കേജിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ആ ഫർവോളിലേക്ക് ഏതൊക്കെ പാക്കേജ് വരാം, ഏതൊക്കെ സർവീസ് എനിക്ക് അലോ ആണെന്നുള്ള ആ പെർമിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ആ റൂളിൽ കയറിയിട്ട് നമുക്കത് ഡിനേ ചെയ്യണമെങ്കിൽ ഡിനേ ചെയ്ത് കൊടുക്കാം അല്ലേ? അങ്ങനെ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇതുപോലെ തന്നെ കേർണൽ ലെവൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ SELinux എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലിനക്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് SELinux എന്ന് പറയുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ആരൊക്കെ കൺട്രോൾ ചെയ്യാം, ആ ഒരു സിസ്റ്റത്തെ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഈ SELinux പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷൻ, പ്രോസസ്സ്, അതുപോലെ തന്നെ ഫയൽസിനെയൊക്കെ ഫുൾ കൺട്രോൾ ചെയ്യാനാണ് ഈ SELinux യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ SELinuxൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ സിസ്റ്റം ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഇരിക്കുക. ഓക്കെ, ഇനി അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫയൽസിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ സർട്ടൈൻ ലേബിൾസ് അല്ലെങ്കിൽ സർട്ടൈൻ പോളിസി അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് ആക്സസ് ചെയ്യാനുള്ള ബാക്കിയുള്ള ക്ലയൻറ്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ അത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഈ SELinuxൻ്റെ കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത് /etc/SELinux/config എന്ന് പറഞ്ഞ ആ ഒരു ഫയലാണ്. അതിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് SELinux പോളിസി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് എൻ്റെ സിസ്റ്റം പ്രൊട്ടക്റ്റീവ് ആയിട്ടിരിക്കണോ അല്ലെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ആക്കി കൊടുക്കണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ കയറിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കേർണൽ ലെവൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് SELinux എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫോൾഡർ, ഫയൽസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനെയൊക്കെ ഒരു കേർണൽ ലെവൽ പ്രൊട്ടക്ഷനാണ് SELinux പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മറ്റ് ക്ലയൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഒരു പെർമിഷൻ ഇല്ലാതെ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്നൊരു പെർമിഷൻ ഇല്ലാതെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കത്തില്ല. അപ്പോൾ ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ SELinux എന്ന് പറയുന്നത്. ഈ SELinuxന് മെയിനായിട്ട് 3 മോഡുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എൻഫോഴ്സിങ് മോഡ് എന്ന് പറയും. എൻഫോഴ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി SELinuxൻ്റെ ആ പോളിസി ഹൈലി എൻഫോഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരിക്കലും വേറൊരു സിസ്റ്റത്തെ ഒരു പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ സർട്ടൈൻ ലേബിൾസ് ഒന്നും കൊടുക്കാതെ ആർക്കും ആ ഒരു അവിടെയുള്ള ആപ്ലിക്കേഷനെയോ അല്ലെങ്കിൽ ഫയൽസിനെയോ ഒന്നും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കത്തില്ല. ഇനി അടുത്ത മോഡാണ് പെർമിസീവ് മോഡ് എന്ന് പറയും. ഈ പെർമിസീവ് മോഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എൻഫോഴ്സ്ഡ് കൊടുക്കത്തില്ല. പക്ഷെ ജസ്റ്റ് നമുക്കൊരു വാർണിംഗ് നൽകും. ഇങ്ങനെയൊക്കെ ഒരു ആക്സസ് ഉണ്ട്, അങ്ങനെയുള്ളൊരു വാർണിംഗ് നൽകും. എൻഫോഴ്സിങ് ആയിരിക്കില്ല. ഓക്കെ, അടുത്താണ് ഡിസേബിൾഡ്. ഡിസേബിൾഡ് നമുക്കറിയാം, SELinux എന്ന് പറഞ്ഞ സംഭവമേ തന്നെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ പ്രൊട്ടക്ഷൻ ഇല്ല, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, ജസ്റ്റ് വാർണിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 3 മോഡുണ്ട്: എൻഫോഴ്സിങ്, പെർമിസീവ്, ഡിസേബിൾഡ്. നമ്മുടെ ഒരു സിസ്റ്റം ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്നത് എൻഫോഴ്സിങ് മോഡാണ്. എപ്പോഴും സിസ്റ്റത്തിലെ ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത് എൻഫോഴ്സിങ് മോഡാണ്. നമുക്ക് തീരുമാനിക്കാം പെർമിസീവ് മോഡ് വേണോ ഡിസേബിൾഡ് മോഡ് വേണോ എന്ന് നമുക്ക് ഓക്കെ. അപ്പം എന്താണ്, എനിക്കിപ്പോൾ ചില കേസിലൊക്കെ എന്തെങ്കിലും സോഫ്റ്റ്‌വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് ഈ SELinux എൻഫോഴ്സിങ് മോഡിലാണെങ്കിൽ അവരത് പ്രൊട്ടക്ഷൻ നൽകുന്നില്ല. അവർ പറയും ഇത്, അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ തരത്തില്ല. അപ്പൊ ചില കേസിലൊക്കെ ചില സോഫ്റ്റ്‌വെയർ ഒക്കെ വർക്ക് ചെയ്യുന്നത് പെർമിസീവ് മോഡിലായിരിക്കും. ചിലതൊക്കെ ഡിസേബിൾഡിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഈ എൻഫോഴ്സിങ് മോഡിൽ നിന്ന് നമുക്ക് പെർമിസീവിലേക്ക് അല്ലെങ്കിൽ ഡിസേബിളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും പറഞ്ഞു എൻഫോഴ്സിങ് മോഡിലായിരിക്കുമെന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ, എങ്ങനെയാണ് എൻഫോഴ്സിങ് മോഡിലാണോ അതെങ്ങനെയാണ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഏം, എങ്ങനെയാണ് മോഡിലേക്ക് നമുക്കിപ്പം നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് ഈ പെർമിസീവ് മോഡിലേക്കോ എൻഫോഴ്സിംഗ് മോഡിലേക്കോ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ടെമ്പററി ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ പെർമനന്റ് ആയിട്ട് മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് റോക്ക് ലിനക്സ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തിൻ്റെ കേർണൽ നമുക്ക് ഏത് മോഡിലാണ്, SELinux ഏത് മോഡിലാണ് കിടക്കുന്നത് നോക്കാം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു കമാൻഡ് എന്ന് പറയുന്നത് ഗെറ്റ് എൻഫോഴ്സ് എന്ന് പറയും. ഓക്കെ, ഗെറ്റ് എൻഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നോക്കിക്കേ, ബൈ ഡിഫോൾട്ട് ആയിട്ട് പെർമനന്റ് ആയിട്ട് കിടക്കുന്നത് എൻഫോഴ്സിങ് മോഡിലാണ്. അത് ഹൈലി എൻഫോഴ്സീവ് ആണ്.
ഇനി എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമേ കോൺഫിഗറേഷൻ ഫയലൊന്ന് കയറി നോക്കാം. എന്താണ് മോഡിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് വിം എഡിറ്റർ വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. /etc/SELinux/config. ഓക്കെ, എൻ്റർ അടിക്കുക. നോക്കുക, ഇത്രേ ഉള്ളൂ. ഇതിലാണ് നമ്മൾ ഈ ഹാഷ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടോ? അതെന്ന് പറയുന്നത് കമന്റ് ആണ്, കമന്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഹാഷ് ഇല്ലാത്തതാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാഷ് ഇല്ലാത്ത, ഹാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കമന്റ്, നമുക്കറിയാം, പ്രോഗ്രാം ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഈ ഹാഷ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന കമന്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും അല്ലേ. അപ്പം ബാക്കിയാണ് അവർ ഫെച്ച് ചെയ്ത് എൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കാൻ നമ്മുടെ SELinux ഈക്വൽ ടു എന്നാണ് കൊടുത്തേക്കുന്നത്, എൻഫോഴ്സിങ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് നമുക്ക് 3 വാല്യൂസ് എടുക്കാം, അല്ലെങ്കിൽ 3 മോഡ്സിൽ പോകാം. ഒന്നെങ്കിൽ എൻഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ SELinux സെക്യൂരിറ്റി പോളിസി ഈസ് എൻഫോഴ്സ്ഡ്. ഇനി പെർമിസീവ് ആണെങ്കിൽ SELinux പ്രിന്റ് ജസ്റ്റ് വാർണിംഗ് ആണ് നമുക്ക് നൽകുന്നത്. ഡിസേബിൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഒരു പോളിസി അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് പെർമിസീവിലേക്കോ ഡിസേബിളിലേക്കോ ആക്കി കൊടുക്കാൻ സാധിക്കും. ഇത് പെർമനന്റ് ആയിട്ട് മാറ്റുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ഫസ്റ്റ് ടെമ്പററി ആയിട്ട് മാറ്റിയിട്ട് പെർമനന്റ് ആയിട്ട് മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. ക്വിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ കണ്ടു ഗെറ്റ് എൻഫോഴ്സ് എന്ന് കൊടുത്തപ്പം എൻഫോഴ്സിങ് മോഡിലാണ് കിടക്കുന്നത്. ഇതല്ലാതെ SC സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. എൻഫോഴ്സിങ് ആണോ, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏത് വേർഷനാണ്, മാക്സിമം കാണുന്ന പോളിസി വേർഷൻ 33. നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ SC സ്റ്റാറ്റസ് വഴിയിട്ടും കിട്ടും കേട്ടോ. അതല്ല എങ്കിൽ ജസ്റ്റ് മോഡ് മാത്രം കാണണമെങ്കിൽ ഗെറ്റ് എൻഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഗെറ്റ് എൻഫോഴ്സ് കൊടുത്തപ്പം എന്നാ സംഭവിച്ചത്. ഗെറ്റ് എൻഫോഴ്സിങ് അല്ലേ, എനിക്ക് അതിന് പെർമിസീവ് മോഡിലേക്ക് മാറ്റണം. പെർമിസീവ് മോഡിലേക്ക് മാറ്റണമെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് എന്താണ് ഈ SELinuxന്റെ പോളിസി അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ, മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട കമാൻഡ് ഇത്രയേ ഉള്ളൂ. സെറ്റ് എൻഫോഴ്സ് എന്ന് പറയും. സെറ്റ് എൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ചേഞ്ച് ചെയ്യാനാണ്. സെറ്റ് എൻഫോഴ്സ് സ്പേസ് ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം. 0 ആണ്. 0 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ അത് പെർമിസീവ് മോഡിലേക്കാണ് മാറുന്നത്. ഓക്കെ, സെറ്റ് എൻഫോഴ്സ് സ്പേസ് 0. ഇനി സെറ്റ് എൻഫോഴ്സ്, അപ്പം ഞാൻ ഇപ്പോൾ കണ്ടു എന്താണ് പെർമിസീവ് മോഡാല്ലേ. ഈ സിസ്റ്റം ഒന്ന് റീബൂട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും ഈ സംഭവം തിരിച്ചെങ്ങോട്ട് വന്നോളും, എൻഫോഴ്സിങ് മോഡിലേക്ക് വരും. കാരണം നമുക്ക് ശരിക്കും പെർമനന്റ് ആയിട്ട് നമ്മൾ ആ കോൺഫിഗറേഷൻ ഫയലിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായിരുന്നു, എൻഫോഴ്സിങ് ആണ്. ഓക്കെ, പെർമനന്റ് ആയിട്ട് സിസ്റ്റം എൻഫോഴ്സിങ് ആണ്. ഒരു നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, പെർമിസീവ് മോഡിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് എൻഫോഴ്സിംഗിലേക്ക് തന്നെ ഈ ടെർമിനലിൽ മാറ്റി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്താൽ മതി, സെറ്റ് എൻഫോഴ്സ് സ്പേസ് 1 എന്ന് കൊടുക്കണം. ഓക്കെ, 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് വന്നോളൂ, എൻഫോഴ്സിംഗ് മോഡിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പോൾ ടെമ്പററി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സെറ്റ് എൻഫോഴ്സ് 0 ഫോർ പെർമിസീവ് മോഡും സെറ്റ് എൻഫോഴ്സ് സ്പേസ് 1 ഫോർ എൻഫോഴ്സിംഗ് മോഡുമാണ്. ഓക്കെ, ഇനി എനിക്ക് പെർമനന്റ് ആയിട്ട് മാറ്റണം, പെർമനന്റ് ആയിട്ട് ഡിസേബിൾഡ് മോഡ് അല്ലെങ്കിൽ പെർമിസീവ് മോഡിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ വരിക, SELinux ഈക്വൽ ടു എൻഫോഴ്സിംഗ് മാറ്റിയതിന് ശേഷം എന്ത് കൊടുക്കുക, പെർമിസീവ് കൊടുക്കുക. ഓക്കെ, പെർമിസീവ് സ്പെല്ലിംഗ് ഒക്കെ നോക്കി കൊടുക്കുക, പെർമിസീവ്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ ഗെറ്റ് എൻഫോഴ്സ് എന്ന് കൊടുക്കുകയാണ്, മാറിയിട്ടില്ല. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ സിസ്റ്റം ഒന്ന് എന്ത് ചെയ്യണം, റീബൂട്ട് ചെയ്യണം. ഓക്കെ, റീബൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ ലേബലൊക്കെ മാറി എന്ത് വന്നോളും, എൻഫോഴ്സിങ് മാറി പെർമിസീവിലേക്ക് വന്നോളൂ. അപ്പം ഞാൻ ഇപ്പോൾ റീബൂട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള SELinuxന്റെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ലേബലിംഗ് ഉണ്ട്. ലേബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം HTTP എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പാച്ചി സെർവർ ആണ് എൻ്റെ ഈ സിസ്റ്റം ഞാൻ ആക്കുകയാണ്. അപ്പം ഈ അപ്പാച്ചി സെർവർ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന ഫോൾഡറിൽ നിന്ന് ഫോൾഡറിലേക്കാണ് ഞാൻ എൻ്റെ എന്തിടുന്നത്, ആ ആ വെബ് പേജ് ഇടുന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ പോളിസി ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ക്ലയൻറ്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ റിമോട്ടായിട്ട് എനിക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ഓക്കെ, അപ്പം
ആ ഒരു ഫോൾഡറിന് ഈ SELinux ലേബൽ കൊടുത്തിരിക്കണം. ഓക്കെ. ചില കേസിൽ നമുക്കിപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോൾഡറിലൊക്കെ ഓൾറെഡി ആ ലേബലും കൂടെ ആയി വന്നോളൂ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ആ ലേബലും കൂടി ഉണ്ട്. അതായത് ആ അപ്പാച്ചി സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ആ ലേബലും കൂടെ വന്നോളും. ഇനി നമുക്ക് ഡിഫോൾട്ട് ഡോക്യുമെന്റ് റൂട്ടിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ലേബൽ മസ്റ്റായിട്ടും നമ്മൾ കൊടുക്കണം. SELinux ആ പോളിസി വെച്ചിട്ട് അത് കൊടുത്തിരിക്കണം. ഓക്കെ. അതൊക്കെ നമ്മൾ തുടർന്ന് എന്താണ് ആ ഒരു അപ്പാച്ചി സെർവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാമ്പാ സെർവർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ലേബൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റീബൂട്ടിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഓർത്ത് എന്താ അപ്പാച്ചി സെർവർ അല്ലെങ്കിൽ സാമ്പ എന്താണെന്ന് ഓർത്തുകൊണ്ട് ഓർത്തിരിക്കേണ്ട. അത് ആ ഒരു ടൈം വരുമ്പം പറഞ്ഞുതരാം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ SELinux എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് കേർണൽ ലെവൽ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നതെന്ന് മാത്രം എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. പാക്കറ്റ് ഫിൽട്ടറിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലിനക്സിൽ യൂസ് ചെയ്യുന്നതാണ് SELinux എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഒക്കെ ഒന്ന് റീബൂട്ട് ചെയ്തു, ഓണാക്കി വന്നു. ഇനി എന്ത് ചെയ്യുക, ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഗെറ്റ് എൻഫോഴ്സ് കൊടുക്കാം അല്ലേ. ഗെറ്റ് എൻഫോഴ്സ്. ഓക്കെ. പെർമിസീവ് മോഡിലാണ് ഇപ്പം ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി തിരിച്ച് എൻഫോഴ്സിങ് ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റം ഒന്ന് അവിടെ പോയി എഡിറ്റ് ചെയ്യുക, കോൺഫിഗറേഷൻ ഫയൽ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സിസ്റ്റം റീബൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഡിഫോൾട്ടായിട്ട് എപ്പോഴും ഇരിക്കേണ്ടത് എന്തിലായിരിക്കണം, എൻഫോഴ്സിംഗ് മോഡിലായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ വളരെ എന്താണ് ഇൻ്റർവ്യൂവിനൊക്കെ വളരെയധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് SELinux, ഡിഫോൾട്ട് മോഡ് ഏതാണ് കൊടുക്കുന്നത്, ലേബൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ.